പടിഞ്ഞാറൻ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ ശ്രദ്ധിക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതുമായ ഒരു പ്രധാന സൈനിക നീക്കമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇറാൻ 1000-ലധികം ഷാഹിദ് 238 ചാവേർ ഡ്രോണുകളും അവയുടെ നിർമ്മാണ സാങ്കേതിക വിദ്യയും റഷ്യക്ക് കൈമാറിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ ഈ പുതിയ ജെറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈനിൽ ആക്രമണം ആരംഭിച്ചതായും സൂചനയുണ്ട്. ഷാഹിദ് 238 പഴയ ഷാഹിദ് 136ന്റെ പരിഷ്കരിച്ച പതിപ്പാണ്. ജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച ഈ ഡ്രോണിന് മണിക്കൂറിൽ 600 കിലോമീറ്റർ വരെ വേഗതയുണ്ട്. കൂടുതൽ ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇതിന്റെ എഞ്ചിന്റെ ശബ്ദം കേൾക്കാൻ പ്രയാസമാണെന്നതും ഇതിനെ ഒരു സ്റ്റെൽത്ത് ആയുധമാക്കി മാറ്റുന്നു. ഇറാന്റെ ആയുധങ്ങളെ ചവർ എന്നും പാഴ്വസ്തുക്കൾ എന്നും വിശേഷിപ്പിച്ചവർക്ക് ഈ റിപ്പോർട്ട് ഒരു തിരിച്ചടിയാണ്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ലോക ശക്തികളും മറ്റു 10-ലധികം രാജ്യങ്ങളും ഇറാന്റെ പഴയ ഷാഹിദ് 136 ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പകർത്തിയെങ്കിൽ അതിനർത്ഥം ഇറാന്റെ പ്രതിരോധ ഗവേഷണങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ സ്ഥാനമുണ്ടെന്നാണ്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ പുതിയൊരു സ്റ്റെൽത്ത് ചാവേർ ഡ്രോൺ കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ദാലാഹു 110 അഥവാ ഹദീദ് 110 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോൺ വേഗതയും പരിധിയും കൂടുതലുള്ളതും ഒപ്പം ശക്തമായ സ്ഫോടന ശേഷിയുള്ളതുമാണ്. ആധുനിക യുദ്ധത്തിൽ ഡ്രോണുകൾക്കുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ പുതിയ സാങ്കേതിക വിദ്യ ആഗോളതലത്തിലെല്ലാം സൈനിക ബാലൻസ് മാറ്റി എഴുതാൻ സാധ്യതയുണ്ട്. ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ പോലും അവരുടെ സാങ്കേതിക വിദ്യയുടെ കരുത്ത് തിരിച്ചറിയുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഷാഹിദ് 238ന്റെ വരവ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ള ഈ ഡ്രോണുകൾ റഷ്യക്ക് വൻ മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല. ചുരുക്കത്തിൽ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ ആഗോളതലത്തിൽ ഒരു പുതിയ സൈനിക ശക്തിയായി ഉയർന്നു വന്നിരിക്കുകയാണ്.